സ്പീഡാട്ടോ ഇത്. ഹായ് ഹലോ, ഞങ്ങളിപ്പോൾ എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ മറൈൻ എക്സ്പോ നടക്കുന്ന സ്ഥലത്താണുള്ളത്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കണ്ടാലോ? 120 രൂപയാട്ടോ ഒരാൾക്ക് എൻട്രി ഫീസ്. 5 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ഫുൾ ടിക്കറ്റ് എടുക്കണം. ഇതിന്റെ എൻട്രൻസ് തന്നെ അടിപൊളിയായിട്ട് വലിയ തിമിംഗലം വാ പൊളിച്ചിരിക്കുന്ന പോലെ ഉണ്ട്. പിന്നെ ഇതിനകത്തോട്ട് കയറി ഇങ്ങി വന്നു കഴിയുമ്പോൾ തന്നെ 2 സൈഡിലും അക്വേറിയം പോലെ സെറ്റ് ചെയ്തിട്ട് നല്ല വെറൈറ്റി മീനുകളാവട്ടെ ഉള്ളേ. എൻ്റെ പൊന്നെ നോക്കിക്കേ, അല്ലേ? ഇതുണ്ട് എന്തൊക്കെ സൈസാ അല്ലേ? ആ അതെ അതെ, പല വലിപ്പത്തിലും കുറച്ച് ഇവരുടെ ലൈറ്റിങ്ങിലും എന്റെ തോന്നെ നോക്കിക്കേ അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. നല്ല ചെറിയ മീനുകളൊക്കെ വന്നിട്ട് നല്ല രസമായിട്ടുണ്ട്. സൂപ്പർ അല്ലേ ജിങ്കു? അവരുടെ ലൈറ്റിങ്ങും അടിപൊളിയാട്ടോ. ഇതിനെ ഏണ്ട് തിന്നുന്നേ, പിന്നെ ഉപ്പോ അത് അടിപൊളി കേട്ടോ. എന്ത് രസം, അടിപൊളി ചിങ്കു. അയ്യോ, ഇത് കൊള്ളാം കേട്ടോ. ഇത് ടണല് പോലെ, ഫിഷ് ടണൽ അല്ലേ? ഫിഷ് ടണൽ അടിപൊളി. അയ്യോ, ഇത് എന്നാ മീനല്ലേ എന്റെ പൊന്നെ. പാമ്പോ? അയ്യോ, അടിപൊളി. ഒത്തിരി ഉണ്ട് കേട്ടോ. എല്ലാ അതെ അതെ അതെ, ഒരുപാടുണ്ട് കേട്ടോ. ഇത് മോളിൽ കൂടെ കണ്ടോ നോക്കിയാൽ നമ്മുടെ തലയ്ക്കു മീതെ മീൻ കളിക്കുന്നു ഇഷ്ടം പോലെ കിടന്ന്. ആഹാ, അടിപൊളി. എന്ത് രസമായിട്ടല്ലേ ഇവര് അറേഞ്ച് ചെയ്തേക്കുന്നേ. ആ, ഇത് നേരത്തെ വന്ന ഇതിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ടണല് പോലൊന്നും ഇല്ലായിരുന്നു. അതെ അതെ, ഉണ്ടായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നു. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ സാധനം വരാൻ പോകുന്നുള്ളൂ കേട്ടോ. അയ്യോ, അതാണ്. ഇതേ നോക്കിക്കേ, എന്റെ രസം നോക്കി, അടിപൊളി. അത് തന്നെ. ആ, ഇതിനകത്തൊരു അപ്പുറത്തൂടെ, ടണലിന്റെ അപ്പുറത്തൂടെ പോകുന്നവരെയും കാണാം കേട്ടോ. ഒരു വശം ശരിക്കും ഇപ്പറയും തന്നെ നമ്മള് കാണും. ആ അതെ അതെ, ഇതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതെ അതെ അതെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാരും പറഞ്ഞു കേട്ടോ, മസ്റ്റ് ആയിട്ട് പറഞ്ഞു. ഇതേ നമ്മുടെ ആള് വന്നു. എന്റെ പൊന്നെ, മത്സ്യ കന്യക. ഒരു കന്യക തന്നെയാണ് കേട്ടോ അല്ലേ? പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു സങ്കടം വരും കേട്ടോ. ഇതിങ്ങനെ ഈ ഫുൾ ടൈം ഈ വെള്ളത്തിൽ കിടക്കുന്നേ എന്നാന്ന് പറഞ്ഞാലും മുകളിലോട്ട് പോകുന്നത്. ആ, പക്ഷെ എന്നാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനല്ലേ അല്ലേ? എത്ര ആടെ ചിങ്കൂര് ഹാർട്ടൊക്കെ കാണിക്കുന്നു. അതെ അതെ അതെ, നല്ല സുന്ദരി. ആടെ ശ്വാസം എടുക്കാൻ പോകുന്നു. ആടെ പിന്നെ തിരിച്ചു വന്നു. ആഹാ, അടിപൊളി. ആ, ചിങ്കുവായിട്ട് ഭയങ്കര കമ്പനിയായി. ആ, അടിപൊളി. ആഹാ, ആടെ ചിങ്കുവിനോട് ഉമ്മ ചോദിക്കുന്നു. അയ്യോ, അടിപൊളിയാ കേട്ടോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അതെ അതെ അതെ. ആ, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഷ്ടംപോലെ ഓരോരോ ഷോപ്സ് ഉണ്ട് കേട്ടോ. സ്റ്റാളുകൾ ഒരുപാടുണ്ട്, പൂക്കളുണ്ട്. പിന്നെ ഇതേ മാല, കമ്മല്, വള, വീട്ടിലോട്ടുള്ള ഐറ്റംസ്, ടോയ്സ്, ആ കൈത്തറിയൊക്കെ ഉണ്ട്. ഇതേ കമ്മലുകൾ, ബോംബെ കമ്മലുകൾ എന്നൊക്കെ പറഞ്ഞ് കുറെ ഫാഷൻസ് എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ അലുവ, കോഴിക്കോടൻ അലുവയുണ്ട്. ആ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വരാം കേട്ടോ. അച്ചാറുകള്, ഒരുപാട് അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ പഴയകാല മിഠായി കാണിച്ചു കൊടുക്കുമായിരുന്നു. കുറെ ഞങ്ങൾ മേടിക്കുകയും ചെയ്തു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ഓ, കട്ടിമിഠായി ഒക്കെ. പിന്നെ അവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഫുഡിന്റെ കുറെ സ്റ്റാളുകളുണ്ട്. ഇങ്ങനെ പിന്നെ കുറെ റൈഡുകളുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ നാരങ്ങാ വെള്ളവും ബജ്ജിയൊക്കെ വിൽക്കുന്ന കടയുണ്ട്. പക്ഷെ അതെനിക്ക് കുറച്ച് പൈസ കൂടുതലായിട്ടാണ്. ആ അതെ, രണ്ട് ബജ്ജിക്ക് 50 രൂപ, നാരങ്ങാ വെള്ളത്തിനൊക്കെ 50 രൂപ. പിന്നെ പൊട്ടറ്റോ ടിസ്റ്ററിനുണ്ടല്ലോ 100 രൂപ. അതൊക്കെ ഇത്ര കൂടുതലാണ്, കാരണം അധികം സ്റ്റാളുകൾ ഇല്ല ഇതിന്റെ ഉള്ളിൽ. അതെ അതെ അതെ. വേറൊരു സാധനം ഉണ്ട് കേട്ടോ. ആരും കയറി കണ്ടില്ല, എല്ലാരും പേടിച്ചിട്ടാണോ എന്നാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇത് ഇല്ല, ഇതുണ്ടോ ഇങ്ങനെ സീറ്റ് വരും.
നല്ല സ്പീഡാ കേട്ടോ ഇത്.